ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സ് സംഘം ആരോഗ്യനില സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യനില വിലയിരുത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആശുപത്രിയിലെത്തി വി.എസിന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടേഴ്സുമായും ആശയവിനിമയം നടത്തി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒടുവിൽ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്? ഷഫീദ്. വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തലസ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന കാര്യം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി.എസിനെ തിരുവനന്തപുരം SUT ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം വിവിധ വിഭാഗങ്ങളുടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം വി.എസിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു നേരിയ പുരോഗതി എന്നുള്ള വിവരം പുറത്തു വന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് വി.എസിന്റെ മകൻ അരുൺകുമാർ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിക്കുമ്പോഴും ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആ സ്ഥിതി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നിലവിൽ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. SUT ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് വി.എസിനെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നത്. നിലവിൽ വി.എസിനെ കാണാൻ വി.എസിനെ പരിപാലിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സിനും അല്ലാതെ മറ്റാർക്കും അനുമതിയില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടാതെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് ആശുപത്രിയിലേക്ക് എത്തി വി.എസിന്റെ മകനുമായും ഡോക്ടേഴ്സുമായും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, P.K. കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് എത്തിയത്. മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനടക്കം എല്ലാ ദിവസവും ആശുപത്രിയിലെത്തി വിവരശേഖരണം നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ ആശ്വാസകരമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നതെങ്കിലും പൂർണ്ണമായും അപകടനില തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.